ഈ ഓപ്പർച്യൂണിറ്റി ലഭിച്ചത് ഫ്രീ ആയിട്ടാണ്. അപ്പൊ അതിലെനിക്കൊരു നന്ദി എനിക്ക് കമ്പനിയിലും ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയപ്പെടുത്തുന്ന മനോജ് സാറിന്, അതിനകത്തുള്ള ഓൾ എൻ്റയർ മെമ്പേഴ്സിൽ എല്ലാവരിലും എനിക്കൊരു ഭയങ്കര ബഹുമാനമുണ്ട്. ഇപ്പൊ നമുക്ക് ശരിക്കും ട്രെയിനിങ് പ്രോഗ്രാം, ഈ എംറൈസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷനാണ്, അല്ല അവസാനത്തെ ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ നമ്മള് ഈ നിരന്തരം പരിശ്രമം, പരിശീലനം, ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. എങ്കിലേ നമ്മൾ എന്ത് ചെയ്യൂ, നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ, വളരുള്ളൂ. അപ്പൊ നമ്മൾ വളരണമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് ലൈഫില്. ഉള്ള ലൈഫ് എന്ന് പറയുന്ന ഒരു പരീക്ഷണശാലയിൽ നമ്മളുടെ കപ്പാസിറ്റി വർദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള മൊത്തത്തിലെ കാര്യം. അപ്പൊ ലൈഫ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ എളുപ്പമാവും. അപ്പൊ ആൾക്കാരും സ്വന്തമായിട്ട് നമുക്ക് ഒരു വിശകലനം ചെയ്യാൻ പറ്റും. നമ്മൾ വിജയിച്ച ഒരാളാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. ഇപ്പൊ ശരിക്കും ഇതിനകത്തെല്ലാം ആർജിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു മാറ്ററാണ് ഇന്നത്തെ ട്രെയിനിങ്. അതായത് ഈ എംപ്ലോയീസ് ട്രെയിനിങ്ങിൽ തന്നെ ഏറ്റവും വിലയേറിയ ഇൻഫർമേഷൻ, അതായത് കൺസിസ്റ്റൻസി, സ്ഥിരത ഭയങ്കര സംഭവമാണ്. ഏത് സക്സസ്, ഏത് മേഖലയിലുള്ള വിജയം നോക്കിയാലും ആ വിജയത്തിന്റെ പിന്നിലുള്ള വ്യക്തികളിൽ ഈ കൺസിസ്റ്റൻസി എന്നുള്ള സ്ഥിരത, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ, ആ പ്രവർത്തനം ഇല്ലാതെ ഒരു സക്സസ്സേ വരില്ല. ഒരു സക്സസിന് ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അപ്പോ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ പേഷ്യൻസ്, ക്ഷമ ക്ഷമ എന്ന് പറയുന്ന കാര്യമെല്ലാം ഈ ഇന്നത്തെ കാലഘട്ടത്തുള്ള ബിസിനസ്സിനകത്ത് ഏറ്റവും വാല്യൂ ആണ്. അതിനൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിലയുണ്ട്. ഈ ഇൻഫർമേഷൻ നമുക്കറിയാം. നമ്മൾ എന്ത് പറയാം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കുഴിയെടുത്തോണ്ടിരുന്ന അവസാനം നമ്മൾ വെള്ളം കാണും. എന്നാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ മാറി മാറി കുഴിയെടുത്തോണ്ടിരുന്ന നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ വെള്ളം ഭൂമിക്കടിയിലുള്ളത് കാണാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഒരു സ്ഥലത്ത് വന്ന് നല്ല പെർഫോം ചെയ്ത് അവിടെ റിസൾട്ട് ഉണ്ടാക്കാണ്ട കൺസിസ്റ്റൻസി നമുക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു. അപ്പൊ നമ്മൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കൺസിസ്റ്റൻസി ഇസ് ദ കീ ഓഫ് സക്സസ്, സക്സസിന്റെ താക്കോൽ എന്നാണ്. നമുക്കത് ഒന്ന് നോക്കാം. നമ്മൾ എന്ത് പറയാം, നമ്മളെ മനുഷ്യന്റെ തന്നെ സൂപ്പർ ക്വാളിറ്റീസുകളിൽ ഒരു ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഏത് മേഖലയിൽ കൈവച്ചാലും അതിനകത്ത് വിജയം വരുന്നത് കാണാം. കാരണം അത് ഒരു മിറക്കിളല്ല. ആ കണ്ടിന്യൂസ് പ്രവർത്തനത്തിലൂടെ അയാളുടെ നിരന്തരമുള്ള കഴിവും അയാളുടെ ക്രിയേറ്റ് ചെയ്ത സ്കില്ലും എല്ലാം മെച്ചപ്പെടുത്തി അതിനകത്ത് റിസൾട്ട് ഉണ്ടാവണം കാണാം. ഒരു ബിസിനസിന്റെ റിവാർഡ്, ആ ബിസിനസിന്റെ പേ ഔട്ട്, മണി, ലാഭം ഉണ്ടാവുന്നത് കാണാം. ഇതെല്ലാം കൺസിസ്റ്റൻസിയുടെ ഭാഗമാണ്. മനസ്സിലായി? അപ്പൊ നമുക്ക് മോദി കെയർ കമ്പനിയിലൂടെ നമുക്ക് എങ്ങനെ കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ. ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ മോദി കെയർ ബിസിനസ്സിനകത്ത് നമുക്കും നമ്മുടെ ടീമിനകത്തും ബിസിനസ്സിനകത്ത് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ മൊമെന്റത്തിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും, ബിസിനസ്സും വർദ്ധിക്കും. അപ്പൊ നമുക്കിവിടെ സിമ്പിളാണ്. നമുക്കത് ഒരു 3 രീതിയിലുള്ള ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസിസ്റ്റൻസി നമ്മളെ ബിസിനസ്സിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഒന്ന്, DMO, ഡെയിലി മെത്തഡ് ഓഫ് ഓപ്പറേഷൻസ്. 2, VMO, വീക്ക്ലി മെത്തഡ് ഓഫ് ഓപ്പറേഷൻസ്. ദെൻ MMO, മന്ത്ലി മെത്തഡ് ഓഫ് ഓപ്പറേഷൻസ്. ഈ 3 ഇൻഫർമേഷനും നമ്മളൊന്ന് ക്രോഡീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിലൂടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഈ ഇടയ്ക്കുണ്ടാവുന്ന ഈ ഗ്യാപ്പുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഡെയിലി മെത്തഡ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. എല്ലാ ദിവസവും ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ശരിക്കും ഒരു ദിവസം തന്നെ നമ്മളെ ഈ ബിസിനസ്സിനകത്ത് ജെന്യൂനായിട്ട് കൊണ്ടെത്തിച്ചെന്ന ആള്, സ്പോൺസർ ചെയ്ത ഒരാളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും ഒരു കണക്ഷൻ അവരുമായിട്ട് വേണം. കാരണം അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കണം നിരന്തരം. ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടുള്ള കണക്ഷൻ, നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ടുള്ള കണക്ഷൻ, ആ കണക്ടിവിറ്റിയും ഇതുമായിട്ട് അനുബന്ധിച്ച് ഡെയിലിയോ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടെങ്കിലും നമുക്ക് എന്ത് ഉണ്ടാവണം, ഒരു കണക്ഷൻ വേണം. കാരണം ഇവിടെ എല്ലാം പറഞ്ഞത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്.
പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വന്നാലേ ബിസിനസ് വരുള്ളൂ. അപ്പോൾ ഡെയിലി മെത്തഡ് ഓഫ് ഓപ്പറേഷനിൽ നമുക്ക് നമ്മളെ ഈ ബിസിനസ് കൊണ്ടുവന്ന സ്പോൺസറിനെയും നമ്മളെ കൂടെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവന്ന ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ട് നമുക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഡെയിലി അതൊരു ആക്ടിവിറ്റി ആയിട്ട് മാറും. മനസ്സിലായില്ലേ? പിന്നെ ഡെയിലി എന്ത് പറയാ, ഒരു കസ്റ്റമറിന് ഉൽപ്പന്നം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ, ജെന്യുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ജെന്യുവിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമുക്ക് ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടെന്ന് അറിയാം അല്ലെ? ഈ പ്രോഡക്ട്സ് എല്ലാം പ്രോബ്ലം സോൾവിങ് സൊല്യൂഷൻ കപ്പാസിറ്റി ഉള്ള പ്രോഡക്ട്സുകളാണ്. അപ്പൊ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ വോയിസ് ഓഡിബിൾ ആണല്ലോ. ഇടയ്ക്ക് ഒരാള് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യമാണ്, നമ്മുടെ ഫാമിലിക്ക് അത്യാവശ്യമാണെന്ന് അറിയാം. ഇതുപോലെ സമൂഹത്തിൽ ഓരോ കുടുംബങ്ങളിലും ഇത് അത്യാവശ്യമാണ്. പക്ഷെ അത് നമ്മൾ മോദിക്കറിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പല ആൾക്കാർക്കും പല ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണത് നമുക്ക് കാണാൻ കഴിയും. എസ്പെഷ്യലി മോദിക്കറിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഹെൽത്ത് കെയർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇതിന്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയും. അപ്പൊ ഡെയിലി ഒരു പ്രോഡക്റ്റ് എങ്കിലും ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം സെയിൽസ് തന്നെയാണ്. ഉൽപ്പന്നങ്ങൾ നമ്മൾ പരീക്ഷിക്കുന്നു, അതിന്റെ ആ ബെനിഫിറ്റ്സ് നമ്മൾ ആസ്വദിക്കുന്നു, ആ എക്സ്പീരിയൻസിനെ മറ്റുള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ ഡെയിലി ഒരു കസ്റ്റമറിനെ നമ്മൾ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഡെയിലി ആക്ടിവിറ്റിയിൽ മാറുകയും ചെയ്യും. അതിലൂടെ റെഫറൻസ് വരും. അതുപോലെ തന്നെ ഒരു ന്യൂ പ്രോസ്പെക്ട്സിനെ, പുതിയ ഒരാളിന് മോദിക്കറിന്റെ ബിസിനസ്സും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്കൊരു ഡെയിലി ആക്ടിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് മോദിക്കറിനകത്ത് ഇപ്പൊ നമുക്കറിയാം 1000-നകത്ത് ഉൽപ്പന്നം മോദിക്കറിനകത്തായി കഴിഞ്ഞു. ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ഓരോ പ്രോഡക്റ്റിനെ പഠിക്കാൻ ശ്രമിക്കണം. കാരണം നമുക്ക് മോദിക്കറിൽ ജോയിൻ ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാ പ്രോഡക്റ്റ് പഠിച്ചോണ്ട് എല്ലാം പഠിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളെ നമ്മൾ ഓരോ ദിവസവും ഒന്ന് ഡീപ്പായിട്ട് ഒരു ഉൽപ്പന്നം മാത്രം ഡെയിലി ഡീപ്പായിട്ട് പഠിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ ഡെയിലി ഉള്ള ആക്ടിവിറ്റിയിലോട്ട് മാറ്റം വരും. അതുപോലെ തന്നെ മോഡിക്കെയറിലുള്ള സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ എന്താണ് ഡയറക്ട് സെല്ലിംഗ്, അതിന്റെ ഫ്യൂച്ചർ, ഇതൊക്കെ മനസ്സിലാക്കുന്ന വീഡിയോസ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി റീഡിങ് വേറെ ഒരു റേഞ്ചിലാണ് ബ്രെയിനിലോട്ട് അത് കണക്റ്റഡ് ആവണം. നമ്മളൊരു റീഡിങ്, അത് ക്ഷമ വേണം. ഇന്ന് നമ്മളിപ്പോ റീഡിങ് ക്വാളിറ്റീസ് കുറഞ്ഞു വരികയാണ് സമൂഹത്തിൽ. അപ്പോൾ എല്ലാവരും വ്യൂ ആണ് ചെയ്യണത്, റീഡിങ് ചെയ്യുന്നില്ല. അപ്പൊ റീഡിങ് നല്ല ബുക്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്ന ബുക്സ് ഉണ്ട്. അങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്സ് റീഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളെ ഡെയിലി ആക്ടിവിറ്റിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ബിസി മോഡിലോട്ട് നമുക്ക് വരാൻ പറ്റും. ബിസി മോഡിലോട്ട് വരണം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കംഫോർട്ട് സോൺ ആവുകയാണ്, നമ്മളെ ബ്രെയിൻ തന്നെ റീഡ് ചെയ്യാണ്, നമ്മൾ പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ അത് നമുക്ക് ഡെയിലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസിൽ ഈ കാര്യങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ദെൻ വീക്ക്ലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഇതിനകത്ത് വരുമ്പോൾ ടീം മീറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി പ്രോഡക്റ്റിന്റെ ചെറിയ ട്രെയിനിങ് പ്രോഗ്രാം, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം മീറ്റിംഗ്, അങ്ങനെയുള്ള പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ സൂം പ്രോഗ്രാം, ഇപ്പൊ ഇത് നടക്കുന്ന പ്രോഗ്രാം, ഇത് ഒരാഴ്ച ഇപ്പൊ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രോഗ്രാം ഉണ്ട്, മൺഡേ ടു ഫ്രൈഡേ വരെ ഉണ്ട്. പക്ഷെ ഈ സൂം പ്രോഗ്രാം വീക്ക്ലി ഒൺസെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മോദിക്കയുടെ ഒരു കണക്ഷൻ നമ്മൾ ലൈവ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈവന്റുകൾ, വീക്ക്ലി ഉള്ള മോദിക്കുള്ള ഈവന്റ് പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കണം. അപ്പൊ അത് വീക്ക്ലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ് ആവും. അപ്പൊ ഒരാഴ്ചയിൽ 4 ആഴ്ച ഒരു മാസത്തിലുണ്ടെങ്കിൽ ഈ 4 കണക്ടിവിറ്റി എക്സ്ട്രാ ഈ ഡെയിലി ഉള്ള പ്രോഗ്രാമിന്റെ കൂടെ ഇതുകൂടെ 4 ആഴ്ച ഉള്ള ആക്ടിവിറ്റിയും കൂടെ ആവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കമ്പനിയിലുള്ള പ്രോഗ്രാമുമായിട്ട് കണക്റ്റഡ് ആവണം നമുക്ക് കാണാൻ കഴിയും. ദെൻ MMO, മന്ത്ലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്താണ്, ടോപ്പ് ലീഡേഴ്സ് മീറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്താണെങ്കിൽ ചൈത്രം ഹോട്ടലിലുള്ള മെഗാ ഇവന്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ബിസിനസിന്റെ ഒക്കെ ടാർഗറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ബിസിനസ് ട്രെയിനിങ്ങിന്റെ യാത്രകൾ, അല്ലെങ്കിൽ ചെറിയ ടാർഗറ്റ്
ടൂറുകളൊക്കെ നമുക്ക് ഇതെല്ലാം മന്ത്ലി ഉള്ള ഒരു നല്ല പ്രോഗ്രാം നമ്മൾ പങ്കെടുത്തിരിക്കണം. കാരണം ഇതെല്ലാം ഡെയിലി ഉള്ള, വീക്ക്ലി ഉള്ള, മന്ത്ലി ഉള്ള ഇതെല്ലാം റീചാർജിങ് ആണ്. മന്ത്ലി ഉള്ള ഒരു മെഗാ പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു മാസം നമ്മളെ റീചാർജ് ചെയ്യാൻ, നമ്മളെ എനർജി ആയിട്ട് നിലനിർത്താൻ വേണ്ടി ആ പ്രോഗ്രാം സഹായിക്കും. വീക്ക്ലി പ്രോഗ്രാംസ് എല്ലാം ഒരു 5, 6, 7 ദിവസം നമ്മൾ ആക്റ്റീവ് ആക്കാനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഡെയിലി ഉള്ള ആക്ടിവിറ്റിയിലൂടെ ഡെയിലി നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഈ ടോട്ടൽ മൊമെന്റോ ആണ് നമുക്കൊരു കൺസിസ്റ്റൻസി തുടരുന്നത്. അത് കീ ആയിട്ട് മാറും സക്സസിന്റെ. മനസ്സിലായില്ല? ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അങ്ങനെ വരുമ്പോ നമുക്ക് പ്രൊഡക്ടിവിറ്റി വരണത് കാണാൻ കഴിയും. ഇനി നമുക്കറിയാം, നമ്മൾ ഈ ലൈഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് വേണം. എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്താലും അതിന്റെ റിസൾട്ട് വേണം. റിസൾട്ട് നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ധാരാളം സമ്പത്ത് വേണം എങ്കിൽ ജീവിക്കാൻ പറ്റും. ക്വാളിറ്റി ലൈഫ് നമുക്ക് വേണമെങ്കിൽ സമ്പത്ത് വേണം. ഇന്ന് സമ്പത്തില്ലാത്തതാണ് ഏറ്റവും വലിയ റിസ്ക്. സമ്പത്തില്ല, നമ്മളൊരു ഗ്രൗണ്ട് ലെവലിൽ ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഹ്യൂജ് റിസ്ക് ആണ്. എനി ടൈം എന്ത് സംഭവിക്കുക എന്നുള്ളത് പോലെയാണ്. അപ്പൊ നമുക്ക് ചെയ്യുന്ന നമ്മളെ പ്രവർത്തനങ്ങൾക്ക് തൊട്ട് മുമ്പേ നമുക്ക് സ്വപ്നങ്ങൾ വേണം, നമ്മളുടെ ഗോള് വേണം, നമ്മുടെ ലക്ഷ്യം വേണം. അപ്പോ അത്തരത്തിലുള്ള നമ്മളെ സ്വപ്നങ്ങളെ കൊല്ലുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന കുറച്ച് പോയിന്റ് ഇത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് വ്യതിചലിച്ച് നടക്കാൻ കഴിയും. ഒന്ന് ഫിയർ ഓഫ് ഫെയിലുവർ ആണ്. നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു നമ്മൾ ആക്ഷനിൽ ഇത് ചെയ്താൽ ഞാൻ തോറ്റു പോവോ, ഈ ടെൻഡൻസി ഭയങ്കര നെഗറ്റീവ് തോട്ടാണ്. എപ്പോഴും നമുക്കറിയാം ഒരു ആക്ഷനിലൂടെ എന്ത് കാര്യമുള്ളൂ. നമ്മളെ മോർണിംഗ് നമ്മൾ എഴിച്ച് രാവിലെ ഫ്രഷായി അങ്ങ് എഴിച്ച് നമ്മളെ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി അവിടെ വെച്ച് നമ്മൾ പെട്ടെന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് അങ്ങ് പുറത്തിറങ്ങുമ്പോഴാണ് നമുക്കൊരു ആ കിടക്കുന്ന ആ ഊർജ്ജത്തിൽ നിന്ന് നെക്സ്റ്റ് ഒരു എനർജിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. അവിടെ ഒരു ആക്ഷൻ ഉണ്ട്, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് രാവിലെ എഴിച്ച് നെക്സ്റ്റ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വരുമ്പോൾ അതിന്റെ പിന്നിലൊരു ആ ആക്ഷന്റെ തൊട്ട് പിന്നിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ അതിനെ തടസ്സം കുറിക്കുന്നതാണ് ഫിയർ ഓഫ് ഫെയിലുവർ. എന്ത് കാര്യങ്ങളിലും അതിൽ നെഗറ്റീവ് വരും എന്നുള്ള ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ അയാള് പ്രവർത്തിക്കൂല, നിഷ്ക്രിയനായിട്ട് നിൽക്കുന്ന കാണാൻ. അപ്പൊ ആ ഒരു ടെൻഡൻസി നമ്മൾ പാടെ എടുത്ത് കളയണം. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഡു ഇറ്റ്, റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വന്നോളൂ, ഫിയർ ഓഫ് ഫെയിലുവർ മാറിക്കോളൂ. ദെൻ കംഫർട്ട് സോൺ, ഇത് നമ്മൾ അറിയില്ല. നമ്മൾ എവിടെയാണ്, നമ്മൾ വളരെ ക്യാപ്പബിൾ ഉള്ള ആളായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അവിടുത്തെ ആ സുഖത്തിൽ ആ ഒരു കംഫോർട്ട് ഫീലിലൂടെ നമ്മൾ ആയിപ്പോകും. അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ ഒരു പെയിൻ നോ ഗെയിൻ, എവിടെ ഒരു പ്രൊഡക്റ്റീവായിട്ട് കുറെ എക്സ്ട്രാ എനർജി ഫോം, നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു എക്സ്ട്രാ എനർജി പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ബോഡി അവിടെ ഫയർ ആവും. ആക്ടിവിറ്റീസ് നടക്കുമ്പോഴത്തേക്ക് ബോഡിയിൽ എന്തുണ്ടാവും, പല രീതിയിലുള്ള മസിൽ ക്രാമ്പ് ഉണ്ടാവും. അത് നെക്സ്റ്റ് അതിന്റെ ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ അടുത്ത എനർജിയിലോട്ട് കൺവേർട്ട് ആവും. നമുക്കൊരു മെന്റലി റിലീഫ് കിട്ടും. എന്നാൽ ഒരു ജോലി ചെയ്തിരുന്നാലോ എനർജി കുറഞ്ഞു വരും. ഇതേപോലെയാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റിൽ ഇരുന്നാലും അവിടെ നമ്മൾ നല്ല ആക്റ്റീവും ലൈവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ. അപ്പൊ നമ്മളൊരു കംഫർട്ട് സോണിൽ നമ്മൾ വീട്ടിൽ കൂടുതൽ നേരം സ്റ്റേ ചെയ്യുകയാണ്. വീട്ടിലിരിക്കുന്ന കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ലോ എനർജി ആവും. അവിടെ ഒരു കംഫർട്ട് സോൺ നമ്മളെ വീട്ടിലുണ്ട്, ഓട്ടോമാറ്റിക്കലി നമ്മളെ എനർജി ബാക്കോട്ട് പോകും, നമ്മളെ തോട്ട്സ് ബാഡ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് കംഫർട്ട് സോൺ. ഇത് നമ്മളെ സ്വപ്നങ്ങളെ നശിപ്പിക്കും. ദെൻ നോ DMO, ഡെയിലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. ഞാൻ ആദ്യം പറഞ്ഞു എല്ലാ ദിവസവും ഉള്ള പ്രവർത്തനം. അതില്ലെങ്കിൽ നമുക്ക് മോദികളുടെ കണക്ടിവിറ്റി നഷ്ടപ്പെടും, നമ്മളെ സ്വപ്നോടുള്ള ബന്ധം നമുക്ക് അവിടെ ഗ്യാപ്പ് വരുന്നത് കാണാൻ കഴിയും. വാട്ട് അതർ തിങ്ക്, ഭയങ്കര ഒരു വൈറസ് ആണ്. എന്ത് മറ്റുള്ളവർ ചിന്തിക്കും. ഇന്നത്തെ കാലം ഫാസ്റ്റ് ലൈഫാണ്. സ്വന്തം കാര്യം പോലും ചിന്തിക്കാൻ ഇന്ന് സമയം ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടുമുക്കാലും ന്യൂ ജനറേഷനിലും പ്രായമുള്ളവർ വരെ സ്ക്രീനിലാണ്. ശരിയല്ലേ? സ്ക്രീനിലിരിക്കുകയാണ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് ഒരു 3 പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്വന്തം കാര്യം പോലും നോക്കാൻ സമയമില്ലായിരിക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കണം, നമ്മളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മറ്റുള്ളവർ ഇരിക്കുന്നു എന്നാണ് നമ്മളെ തോട്ട്. വാട്ട് അതേഴ്സ് തിങ്ക്, എന്താ മറ്റുള്ളവർ ചിന്തിക്കുന്ന, ഒന്നും ചിന്തിക്കുന്നില്ല.
നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മളെ കുറിച്ച് എന്നുള്ളതാണ്. ഈ ഒരു വാട്ട് അതേഴ്സ് തോട്ട് എന്ന് ചിന്തിക്കുന്നു എന്നുള്ള തിങ്ക് എന്നുള്ള ഈ തോട്ട് ഒരു വൈറസ് ആണ്. നമ്മൾ എടുത്തു മാറ്റുക. ആർക്കും ആരെ കുറിച്ചും ചിന്തിക്കാൻ സമയമില്ല. ആരും ഇന്ന് വെയിറ്റിംഗിലല്ല. എല്ലാവരും അവരൊരു കാര്യം നോക്കി ലൈവാണ്. നമ്മൾ നമ്മളെ ടൈമിന് വാല്യൂ കൊടുക്കുക. ജസ്റ്റ് ആക്ഷൻ. അസോസിയേറ്റ് ഓഫ് നെഗറ്റീവ് പീപ്പിൾ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ടൈപ്പ് ഡിഫറെന്റ് ആൾക്കാരുണ്ട്. ഒരു ഒരു കാര്യം ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ നെഗറ്റീവ് സംഭവിക്കുമെന്ന് പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം പറയുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരു കാര്യത്തിലും പ്രതീക്ഷയോ പ്രത്യാശയോ അല്ലെങ്കിൽ വിശ്വാസമോ നമുക്ക് ഉണ്ടാവില്ല. കാരണം എല്ലാത്തിലും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? നെഗറ്റീവിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അവർ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആവുമെന്നും വേണ്ട. അവരിൽ നിന്ന് കഴിയുന്നത്ര നമ്മൾ എന്ത് ചെയ്യുക? അകലം പാലിക്കുക. ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്രോസ് ലൈൻസുമായിട്ടുള്ള നമുക്ക് ഓരോ ടീമുണ്ട്. നമ്മളൊരു മറ്റേ ടീമിലുള്ള ഒരു ക്രോസ് ലെഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ഷൻസുകൾ വന്നു കഴിഞ്ഞാൽ, ഓവർ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ്സുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് എൻ്റെ ടീമിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു വേയിലൂടെ നമ്മളെ സ്പോൺസർ ചെയ്ത ആൾക്കാർ അവരുമായിട്ടുള്ള കണക്ഷൻ ബെറ്റർ ആണ്. നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന ബിസിനസ് പാർട്ട്നേഴ്സ് അവരുമായിട്ടുള്ള കണക്ഷൻ ബെറ്റർ ആണ്. ക്രോസ് ലെഗുമായിട്ടുള്ള അവരെ കാണാം, അവർ നല്ല ബന്ധത്തിൽ നിലനിൽക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ അവരോട്ടുള്ള നിരന്തരമുള്ള സമ്പർക്കവും ആക്ഷൻസും നമുക്കിവിടെ നെഗറ്റീവായിട്ട്, പകരം ബിസിനസ്സിനകത്തൊക്കെ ഉള്ള ചെറിയ പ്രോബ്ലംസുകൾ അവിടെ തുടങ്ങുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈ ബൈ നൈറ്റ് കമ്പനീസ്, ശരിക്കും പറഞ്ഞാൽ ഇത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ജെനുവിൻ കമ്പനിയാണ്, പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. അതിന്റെ ടേൺ ഓവർ വഴിയാണ് അവിടെ ബിസിനസ് കിടക്കുന്നത്. ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നാൽ ഇന്ന് ബൈനറി കമ്പനികളുണ്ട്. ഒരാഴ്ചയിൽ വന്ന് അടുത്ത ആഴ്ചയാകുമ്പോൾ ആ കമ്പനി പോണായിട്ട് കാണാം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കമ്പനികൾ ഇപ്പോഴേ വന്ന് പോയി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള കമ്പനിക്കാർ ജെനുവിൻ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ആയിട്ട് കണക്ഷൻ ഉണ്ടാക്കി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവരെയായിട്ട് കണക്ട് ചെയ്ത് ഈ ബിസിനസ്സിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനും നമ്മുടെ സ്വപ്നങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവിടെ ബ്രേക്ക് ആവുകയാണ്. ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളെ കണക്ഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗ്യാപ്പായി വരുന്നത് കാണാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൺസിസ്റ്റൻസിയും പോവും, ഡിസിപ്ലിനും പോവും, നമ്മുടെ ക്ഷമയും പോവും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഇത് കൂടുതലായിട്ടെല്ലാം അറിഞ്ഞിരിക്കണം. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഈ സക്സസിന്റെ എല്ലാം പിന്നിൽ നമുക്ക് നമുക്ക് ജെനുവിൻ കമ്പനിയിൽ പ്രോപ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അപ്പം മണി ചെയിൻ കമ്പനി, ലീഗൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മളത് മനസ്സിലാക്കണം. ഇത് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മളിങ്ങനെ അറിഞ്ഞിരുന്നാൽ ഇത്തരത്തിലുള്ള സെയിം സിറ്റുവേഷൻസുകൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റും. നമുക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് മാറിപ്പോവാൻ കഴിയും. നമുക്ക് നോക്കാം. 2 ടൈപ്പിലാണ് ഈ നമ്മളെ സെയിൽസ് പീപ്പിൾ ഈ MLM സിസ്റ്റത്തിലുള്ളത്. ഒന്ന് സെയിൽസ് ഹണ്ടേഴ്സ്, അതായത് വേട്ടക്കാരന്റെ കൺസെപ്റ്റ് ആണ്. മറ്റൊന്ന് സെയിൽസ് ഫാർമേഴ്സ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഇവിടെ വെറും ഇരയാണ്. സെയിൽസ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേട്ടക്കാരന്റെ ഇരയാണ് ഇവിടുത്തെ ബിസിനസ്സും പ്രോഡക്റ്റും എല്ലാം. തൊട്ടടുത്തുള്ള സെയിൽസ് ഫാർമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംരക്ഷണമാണ്, കരുതല്, പരിചരണം. കൂടെ ഉള്ളവരെ സംരക്ഷിച്ച് അവരെ ബെറ്റർ ആക്കി, പ്രൊഡക്റ്റീവ് ആക്കി, അതിലൂടെ നമുക്കും നമ്മളെ കൂടെ ഉള്ളവർക്ക് റിസൾട്ട് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒരു ഫാർമേഴ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ അതിന്റെ ഒരു ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റിൽ വരുമ്പോ മണി ചെയിൻ അല്ലെങ്കിൽ ബൈനറി കമ്പനീസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹണ്ടിങ് എന്ന് പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം. ഞാൻ ഈ കമ്പനിയിൽ മുതിക്കൽ വരുന്ന സമയത്ത് തന്നെ അന്ന് തുടക്കം മുതൽ ഇത്രയും കാലം എത്രയോ പുതിയ ആൾക്കാർ പല കമ്പനികളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവർ 1 മാസം 6 മാസം ആകുമ്പോൾ അടുത്തൊരു കമ്പനി പോകും. അങ്ങനെ കുറെ കമ്പനി അവർ പ്രവർത്തിച്ചിട്ട് വേറെ ജോലിക്ക് പോകും. ഇതാണ് ബൈനറി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം അതിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സ് പോലും 4-5 കമ്പനികളിൽ കണക്ഷൻ കാണും. അവർക്കൊരു സ്ഥിരത കാണൂല. അവർ മണി മോട്ടിവേറ്റഡ് ആയിരിക്കും. ലീഗലി അവർ മൂവ് ചെയ്യൂല. അവർക്ക് ഒരുപാട് ഇൻലീഗൽ പ്രവർത്തനങ്ങൾ കാണും. അവർക്ക് മൂല്യങ്ങൾ കാണൂല. അപ്പൊ അവർ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് മണി ചെയിൻ ബൈനറി കമ്പനി. ഇത് ശരിക്കും ഇൻലീഗലാണ്. ദെൻ ഹ്യൂജ് വൺ ടൈം പർച്ചേസ്. ഇത് ശരിക്കും പറയാം ഹണ്ടിങ് ആണ്. അതായത് നമുക്ക് മന്ത്ലി ആവശ്യമുള്ള ഉൽപ്പന്നം നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് ടീമിലോട്ട് ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതല്ല അതാത് മാസം ടേൺ ഓവറിലൂടെ അത് കവറപ്പ് ആവും. എന്നാൽ നമ്മളൊരു 1 ഇയറിന് വേണ്ടി പർച്ചേസ് ചെയ്താലോ
അവിടെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഈ ഉൽപ്പന്നങ്ങളെല്ലാം അതാത് മാസങ്ങളിൽ ആവശ്യമില്ല. നെക്സ്റ്റ് മന്ത് പോലെ അവിടെ പർച്ചേസ് വരൂല. അവിടെ ഒരു ലോസ് സംഭവിക്കും. പല ഉൽപ്പന്നങ്ങൾ എക്സ്പയർ ചെയ്യാവും. ബിസിനസ്സിന് അവിടെ ഒരു കട്ട് സംഭവിക്കുന്നത് കാണാൻ കഴിയും. ഇതൊരു ഭയങ്കര നെഗറ്റീവ് സിറ്റുവേഷൻ ആണ്. അതോടെ ആ വ്യക്തി അവിടെ ബാഡാവും. ആ വ്യക്തിയുടെ ഫാമിലീസ് അവിടെ ഡാമേജ് അവിടെ കാണാൻ കഴിയും. കാരണം അവിടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ എന്താണ് പ്രോഡക്റ്റിന്റെ യൂസ്ലെസ് ഓവർ പ്രൈസ്. അതായത് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ബൈനറി കമ്പനികളിൽ ഉള്ള പ്രോഡക്റ്റുകളെ നോക്കുമ്പോൾ ഓവർ പ്രൈസിങ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ നിലവിലുള്ള ക്വാളിറ്റിയെക്കാളും 2-3 മടങ്ങായിരിക്കും അതിന്റെ പ്രൈസിങ്. മനസ്സിലായില്ല? അപ്പൊ അത് നമ്മൾ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ സമൂഹത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടാവും? നെഗറ്റീവ് റിസൾട്ടുകൾ വരുന്നത് കാണും. പ്രോഡക്റ്റ് ഓവർ പ്രൈസിങ്. നമ്മൾ മോദിക്കുള്ള പ്രോഡക്റ്റ് നോക്കണം. ഏത് പ്രോഡക്റ്റും അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പ്രൈസിങ് ആണ്. അത് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ മനസ്സിലായി കഴിയുമ്പോൾ അതിന്റെ പ്രൈസ് ഓക്കെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മറ്റത് അങ്ങനെയല്ല. നമ്മൾ 100 രൂപയുടെ സാധനം 500 രൂപ, 600 രൂപ, 1000 രൂപ എന്നുള്ള ലെവലിൽ കാണിക്കും. എന്നിട്ട് അതിന്റെ പേ ഔട്ട് എടുത്ത് കൊടുക്കും. അതെല്ലാം ഒരു ഇൻലീഗൽ പ്രവർത്തനമാണ്. ദെൻ ഫ്ലൈ ബൈ നൈറ്റ് കമ്പനീസ് കൊളാപ്സ് ക്ലോസ് ബിഫോർ ഗവൺമെന്റ് ടേക്കിംഗ് ആക്ഷൻ. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കമ്പനികൾ, ബൈനറി കമ്പനികൾ, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ IDS ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ ബൈനറി കമ്പനീസ്, ഇൻസ്റ്റന്റ് മണി എന്നും ഇൻസ്റ്റന്റ് മോട്ടിവേഷൻ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള ലെവലിൽ നമ്മൾ ആ ഒരു കമ്പനികളിൽ പോയാൽ നമുക്ക് റിയൽ ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലുള്ള റിയൽ ഫ്രൂട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല. ബൈനറി കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു അവസാനമാണ്. അതോടെ നമുക്കവിടെ മൂല്യങ്ങളും ക്വാളിറ്റീസ് നഷ്ടപ്പെടും. നമ്മൾ ഇതിനകത്ത് ഫെയിലുവർ ആവും. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളും കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അതെല്ലാം ഈ സെയിൽസ് ഹണ്ടേഴ്സിൽ വരും. നശീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ അത് ഇല്ലീഗലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇതെല്ലാം ആ വ്യക്തിക്കും ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഡാമേജ് ഉണ്ടാക്കും. എന്നാൽ നമുക്ക് ഇപ്പുറത്തോട്ട് നോക്കാം. സെയിൽസ് ഫാർമേഴ്സ്. ശരിക്കും ഇവിടെ വരുമ്പോഴാണ് നമ്മളെ ബിസിനസിന്റെ മഹാത്മ്യങ്ങളെല്ലാം ഇവിടെ കാണാൻ കഴിയും. ലീഗലി ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെൽ ജെന്യുവിൻ പ്രോഡക്റ്റ്. ഭയങ്കര കാര്യമാണ്. ഇതാണ് ബിസിനസിന്റെ ബാക്ക് ബോൺ. ജെന്യുവിൻ പ്രോഡക്റ്റ്. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വേർഡ് ഉപയോഗിച്ചു, പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ്. ഇതിലെ സമൂഹത്തിന് ആവശ്യം ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് വാല്യൂ പ്രോഡക്റ്റ്. അതല്ലേ നമ്മൾ സമൂഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഉൽപ്പന്നം ഒരു മനുഷ്യന്റെ ശരീരത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിന് മേക്ക് ചെയ്യാണ്. ആ മനുഷ്യന് ന്യൂട്രീഷൻ വാല്യൂ ബോഡിയിൽ വരെയാണ്. അവന് ജീവിക്കാനുള്ള ലൈഫ് സ്പാൻ മെച്ചപ്പെടുകയാണ്. അപ്പൊ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ, എസ്പെഷ്യലി മോഡി കെയറിനകത്ത് ആരോഗ്യം സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. കമ്മീഷൻ പെയ്ഡ് ഓൺലി ബേസ്ഡ് പ്രോഡക്റ്റ് സെയിൽ. ഭയങ്കര ഇൻഫർമേഷൻ ആണ്. ആളുകളെ തലയെണ്ണി അല്ല പേ ഔട്ട് കൊടുക്കുന്നത്. നമ്മളെ കൂടെ വരുന്ന ആൾക്കാരുടെ പർച്ചേസ് വാല്യൂ ടോട്ടൽ അക്യൂമുലേറ്റ് ചെയ്ത് അതിന്റെ പേ ഔട്ടാണ് കമ്പനി തരുന്നത്. എന്ത് ജെനുവിൻ. അതാത് മാസമുള്ള ടേൺ ഓവറിന്റെ 1% നമുക്ക് വരുമാനമായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നത്, തരുന്നത്. മറ്റ് ഇറഗുലർ ആയിട്ടുള്ള റോങ് കമ്പനികളിൽ എന്ന് പറഞ്ഞാൽ ജോയിനിങ് ഇത്ര രൂപയായിരിക്കും, തല എണ്ണിയാണ് ആൾക്കാർക്ക് പേ ഔട്ട് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ടേൺ ഓവറും അതാണ് ജെനുവിൻ കമ്പനി. നിശ്ചിത ഒരു മാസമുള്ള ടേൺ ഓവർ എത്രയുണ്ടോ അതിന്റെ പേ ഔട്ട് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ ടീമിന് ഷെയർ ചെയ്ത് കൊടുക്കും. അടുത്ത് നോ രജിസ്ട്രേഷൻ ഫീ. ഈ ബിസിനസിനകത്ത് രജിസ്റ്റർ ചെയ്യുക, ഈ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 1000 rupees അഡ്മിഷൻ ഫീ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് ഒരു ഉൽപ്പന്നം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മോദിക്കന്റെ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് ഉപയോഗിച്ച് ഒരു നല്ല ഫീൽ കിട്ടിയാൽ ഈ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാം. അങ്ങനെയാണ് ഈ ബിസിനസ് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അന്ന് മുതൽ മറ്റു ഉൽപ്പന്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം, ഓപ്പർച്യൂണിറ്റി റെക്കമെൻഡ് ചെയ്യാം, പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. അപ്പം അവിടെ നോ രജിസ്ട്രേഷൻ ഫീസ്.
ബൈ പ്രോഡക്റ്റ്, യൂസ് ഇറ്റ്, സെൽ ഇറ്റ് ഈസ് ദ പോളിസി. യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. ആ ഫീലിങ്സിനെ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുക. യൂസും സെല്ലുമാണ് ഇവിടുത്തെ മെയിൻ ഡ്യൂട്ടി. ആ നമുക്കുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ബിസിനസ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നത്. ഗവൺമെന്റ് സപ്പോർട്ട് ബൈ ലോ, നിയമപരമായിട്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ട്. ഇന്ത്യ IDSAയുടെയും റൂൾസ് പ്രകാരമാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമായിട്ട് മോഡിക്കരണം മാറ്റാൻ പറ്റും. ദെൻ മെമ്പർ ഓഫ് IDSA, ഇതിന്റെ റൂളിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, അതാണ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം. അവരാണ് മോദി കെയറുമായിട്ട്, അവരുടെ ഫസ്റ്റ് കമ്പനിയാണ് മോദി കെയർ എന്ന് പറയുന്നത്, ജെന്യുവിൻ കമ്പനി. മനസ്സിലായി? ഇപ്പൊ ഇതെല്ലാം നമുക്ക് ഹണ്ടിങ് എന്ന് പറയുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഫാർമേഴ്സ് എന്നുള്ള നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവ് ആക്കുന്ന ഫാർമേഴ്സ് കൺസെപ്റ്റ് ഇതാണ്. ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായി? അപ്പൊ നമ്മളെ ഹണ്ട് ചെയ്യാൻ ധാരാളം പുറത്തുനിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് വരും. ഇനി അടുത്ത വിഷയമാണ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസിയുമായിട്ട് കണക്റ്റഡ് ആണ്. കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകളെല്ലാം വേണം. ഫൈനലായിട്ടുള്ളൊരു പോയിന്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡിനകത്ത് എടുത്തു പറഞ്ഞത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊള്ളുക. ഈ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പോസിറ്റീവ് എനർജിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റൂല. ഒരു സിനിമ കണ്ടതുപോലെ ഒരു മോട്ടിവേഷൻ വരും, പിന്നെയും ഡൗൺ ആവും. ഇവിടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം, നമുക്ക് പുറത്തല്ല ഗ്രാറ്റിറ്റ്യൂഡ്. ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളിലാണ്. എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷനാണ് സ്പിരിച്വാലിറ്റി. നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യഥാക്രമത്തിൽ ബാക്കിയെല്ലാം, ദൈവത്തെയും അച്ഛനും അമ്മയും മക്കളെയും ഭാര്യയും കുടുംബത്തെയൊക്കെ നമുക്ക് ആ ലെവലിൽ ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ അത് സ്പിരിച്വാലിറ്റി ആണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡും ഇതുപോലെയാണ്. ആദ്യം നമ്മളാണ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ എന്താ അതിനകത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡിന്റെ പാർട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ദൈവം എന്തെല്ലാം നന്മ തന്നിരിക്കുന്നു, ഇതിന്റെ ഒരു കണക്കെടുക്കണം. ഇവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും കണ്ണുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും 2 കണ്ണുണ്ട്, കാണുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ ജനിച്ചത് മുതൽ ഇതുവരെ ഒരു കണ്ണുള്ള ആൾ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് സംശയമാണ്. 2 കണ്ണും കാഴ്ചയുള്ള ഒരാളാണ്. ചിലപ്പോൾ ചെറിയ മങ്ങലും ഉണ്ടാവാം. അതിന് വിഷയം ഹെൽത്തും സ്പൈറലിനെ ഇന്റലക്റ്റ് ഒക്കെ ഉപയോഗിച്ചാൽ കണ്ണിലെ മങ്ങലും മാറും. ഓക്കെ. അപ്പോ ഈ കണ്ണ് ഒരു ദിവസം എന്ത് റോള് ചെയ്യുന്നു? നമ്മള് ഒന്ന് കണ്ണ് 2 കൈയും കൊണ്ടൊന്ന് കണ്ണിനെ അടച്ചു പിടിച്ചു നോക്കുക. നമുക്ക് അവിടെ നിന്ന് വരുന്ന ഫീലിങ്സ് മനസ്സിലാവും. ഈ കണ്ണ് പക്ഷെ നഷ്ടപ്പെട്ടാൽ, ഇപ്പൊ നമ്മൾ 2 കണ്ണും അറ്റ് എ ടൈം കാഴ്ചയില്ല, ബ്ലൈൻഡായി, ഇരുട്ടായി, എങ്കിൽ നമുക്ക് ഉടൻ ഫീൽ ചെയ്യും നമ്മൾ അന്ന് മുതൽ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലോട്ട് മാറും. അപ്പൊ ഇതുവരെ നമ്മൾ സ്വർഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഇതേപോലെ ഈച്ച് ആൻഡ് എവരിത്തിങ്, എല്ലാ കാര്യങ്ങളും, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഒരു നേരം കഴിക്കുന്ന ആഹാരം, അത് പ്രോപ്പർ ദഹനം സംഭവിച്ചില്ലെങ്കിൽ ടോട്ടൽ ഡിസോർഡറായി. അപ്പൊ ഇതുപോലെ 1000 കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ കണ്ടുപിടിച്ച് ഓരോന്നിനായിട്ട് കണ്ടുപിടിച്ച് നന്ദി പറഞ്ഞു തുടങ്ങണം. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇവിടെ ഈ ഒരു തിരിച്ചറിവ് വരുമ്പോൾ എന്താ സംഭവിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് നിലവിലുള്ള പ്രതിസന്ധിയായിട്ട് തോന്നുന്ന കാര്യങ്ങളുടെ അളവ്, സൈസ് ചെറുതാവുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം അതൊക്കെ മേലെ നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു എന്നുള്ള ഒരു അവയർനെസ്, ഒരു ബോധം നമ്മൾ രൂപപ്പെടും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് വന്ന അടുത്ത പ്രശ്നങ്ങൾ എന്നുള്ള ഭാഗത്തിലോട്ട് നമുക്ക് പെട്ടെന്ന് അതിനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് നമുക്കുണ്ട് ഇത് ചിന്തിക്കണം. ഇത് ഞാൻ ഓർന്നിട്ട് എടുത്ത് പറഞ്ഞ കണ്ണിന്റെ കാര്യം ഒന്നും എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെ നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് പല്ലുണ്ടോ? നമുക്ക് ശ്വസിക്കാൻ മൂക്കുണ്ടോ? അല്ലെങ്കിൽ കഴുത്തുണ്ടോ? ഇതെല്ലാം കീറിയും മുറിച്ചൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. RCCയിലൊക്കെ പോയി കഴിഞ്ഞാൽ കഴുത്തൊക്കെ 2-3 പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് തുറന്നൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതിനകത്തെല്ലാം ക്യാൻസർ സെൽസ് പടർന്നു. നമുക്കിവിടെ എല്ലാം ചെന്ന് വിസിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ കഴുത്തിനെ നമുക്കൊന്ന് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നന്ദി പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ആൾറെഡി പ്രശ്നമില്ലല്ലോ. മനസ്സിലായില്ല? അതേപോലെ നമ്മളില് നിലവിലുള്ള കാര്യങ്ങളെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം ദൈവത്തോട്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? അടുത്ത് നമ്മള്
നമ്മളെ കണ്ണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലാണ്. അത് മനുഷ്യന്റെ ഒരു ക്യാരക്ടറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തോട്ട് ഉണ്ടാവും, അത് വേറെ ഒരു ലെവലിലോട്ട് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വരുന്ന പ്രശ്നങ്ങള് അത് പ്രശ്നമല്ല എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ ഈ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുശേഷം ആ പ്രശ്നങ്ങളെ നോക്കുമ്പോൾ ഈ പ്രശ്നം എനിക്ക് എന്തിനാണ് വന്നത്, എന്നെ അടുത്ത ലെവലിലോട്ട് വളർത്താനും മെച്ചപ്പെടുത്താനും ആണോ ഈ പ്രശ്നം വന്നേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം ഒരു പ്രശ്നം വരുമ്പം ആ പ്രശ്നത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. പല ആൾക്കാരും പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് അത് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പൊ ക്യാൻസർ പേഷ്യൻസുകൾ പറയാറുണ്ട്, അവർ അതിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് പറയും ഈ രോഗത്തിന്റെ ഒരു പ്രയാസം അറിയാം, ആ സമയത്ത് സമൂഹം നമ്മളെ തളർത്തുന്നത് നമുക്കറിയാൻ കഴിയും. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞു, ഇനി ഞാൻ ധാരാളം ക്യാൻസർ പേഷ്യൻസിന് ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കാൻ പോകുക. അയാളുടെ നെക്സ്റ്റ് ലെവലോട്ട് മൈൻഡ് മാറി, അതിലൂടെ അദ്ദേഹം മേക്കാവുകയാണ്. ഒരു വലിയ രോഗം ഫേസ് ചെയ്ത ഒരാളിനെ ആ എക്സ്പീരിയൻസ് അറിയാവും. ഇതുപോലെ നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്ന നിരവധി ചലഞ്ചസുകൾ നമുക്ക് അടുത്ത ലെവലിലോട്ട് മെച്ചപ്പെടാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം വരും. അതിനെ നല്ല ഒരു ആംഗിളില് ആ പ്രശ്നത്തെ കണ്ടു തുടങ്ങും. ഇതിന് നമുക്ക് നമ്മളിലുള്ള ഗുണങ്ങൾ, ദൈവം തന്നിരിക്കുന്ന എന്തെല്ലാം ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നമ്മൾ പിന്നെ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും, കണ്ടു തുടങ്ങും. അവിടെ നിന്നാണ് ഒരാളുടെ കഴിവ് തുടങ്ങുന്നത്. പിന്നെ അയാളിൽ നിന്നും മറ്റുള്ളവരിലോട്ട് നല്ല കാര്യങ്ങളെ കൊടുക്കാൻ, ഗിവിങ്, അതാണ് വാങ്ങുന്നേക്കാളും കൊടുക്കുന്നത് നല്ലതെന്ന് പറയണം. അവിടെ നമ്മൾ ക്വാളിറ്റീസ് മറ്റുള്ളവർക്ക്, നമ്മൾക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആ തക്ക സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വരും. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മോഡി കെയറിലൂടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കാം, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാം. അതുവഴി നല്ല ഒരു പേഷ്യൻസ്, ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു സിസ്റ്റമാറ്റിക് വിജയം നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. നല്ല ഒരു കമ്പനിയിലാണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ നിൽക്കുന്ന ഓരോരുത്തരും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിച്ച് നെക്സ്റ്റ് ലെവലിലോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും വലിയ സക്സസ് വരട്ടെ. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.